ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും ആരോഗ്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു. എല്ലാവിധ നന്മകളും പുതുവർഷത്തിൽ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് വീണ്ടും വീണ്ടും ആശംസിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പുതിയ വീടിലേക്ക് കടക്കാം. ഇന്ന് ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് ഞാനൊരു കള്ളപ്പമാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. കള്ളില്ലാത്ത കള്ളപ്പം, നല്ല പഞ്ഞി പോലെ സോഫ്റ്റായ നല്ല ടേസ്റ്റായ ഒരു വട്ടയപ്പം, കള്ളയപ്പം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു അപ്പമാണ് ഇന്ന് ന്യൂ ഇയർ ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റി ആയിരുന്നു, നല്ല സോഫ്റ്റായിരുന്നു, നല്ല അപ്പമായിട്ട് കിട്ടി. അപ്പോൾ എല്ലാവരും എങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അതിന് വേണ്ടി ഞാൻ 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പച്ചരി സാധാരണ നമ്മൾ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ എടുക്കുന്ന അരി ഉണ്ടല്ലോ, ആ അരിയാണ്. 2 കപ്പ് അരിയും ഒരു 1.5 ടേബിൾ സ്പൂണ് സാബുദാന ചവ്വരി, സാബുദാന, സാവലരി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അത് ഞാനൊരു 8 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്താൻ വെച്ചിരുന്നു കേട്ടോ. 8 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനൊരു 1/2 കപ്പ് വെളുത്ത അവലും കൂടി ഒന്ന് നനച്ച് കഴുകിയെടുത്തു കേട്ടോ. അതിന് ശേഷം ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് നമ്മൾ കുതിർത്തി വെച്ചിരുന്ന അരി, സാബുദാന കുതിർത്താൻ വെച്ചിരുന്നല്ലോ, ആ സാബുദാനയും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. അതിനുശേഷം അവിൽ കുതിർത്തി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അധികം കുതിർത്തിയില്ല, വെറുതെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തു. ആ കഴുകി അവിലും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത്, 2 കപ്പ് അരിയാണല്ലോ എടുത്തിരുന്നത്, അതുകൊണ്ട് 1 കപ്പ് തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുത്തു. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര, 4 ഏലക്കായയുടെ തൊലി കളഞ്ഞ് അതും കൂടി പഞ്ചസാരയിൽ ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിൽ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് ഒരു നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. നല്ലപോലെ അരച്ചില്ല, ഒരു പകുതി അരച്ചുകൊണ്ട് തെരുതെരുപ്പായിട്ട് അരച്ചു കൊണ്ടുവന്നു കേട്ടോ. തെരുതെരുപ്പായി അരച്ചതിന് ശേഷം അതിൽ നിന്ന് ഒരു 2 കുഴിയിൽ മാവ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് പകർത്തി. അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ. കപ്പി കാച്ചാൻ വേണ്ടിയിട്ടാണ്. 2 ഗ്ലാസ് വെള്ളം കൂടി നല്ലോണം വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് കലക്കിയെടുത്തു. കട്ടയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ കലക്കിയെടുത്തു. അത് അടുപ്പത്ത് വെച്ച് നല്ലപോലെ ഇളക്കി, കട്ടയില്ലാണ്ട് ഇങ്ങനെ ഇളക്കി അതൊന്ന് വേവിച്ചെടുത്തു കേട്ടോ. കപ്പി കാച്ചിയെടുത്തു. നല്ലപോലെ ഇളക്കി വേവിച്ചെടുത്തു കേട്ടോ. അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തു. അത് ചൂടാറാൻ വയ്ക്കാം കുറച്ച് നേരം. അതിനുശേഷം ചൂടാറിയതിന് ശേഷം നമ്മൾ ആദ്യം അരച്ച് വെച്ചിരുന്ന മാവുണ്ടല്ലോ, അത് മിക്സിയുടെ ജാറിൽ ഏതാണ്ട് ഒരു 1/4 ഭാഗം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് കുറച്ച് പകർത്തിയതിന് ശേഷം അതിലേക്ക് നമ്മൾ കപ്പി കാച്ചി വെച്ചിരുന്ന മാവുണ്ടല്ലോ, അത് പകുതി ചേർത്ത് കൊടുത്തു. അതിലേക്ക് 1/2 സ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, കള്ളൊഴിക്കുന്നില്ല, കള്ളിന് പകരമാണ് ഈസ്റ്റ് ചേർക്കുന്നത്, നല്ലമാതിരി പൊന്തി വരണ്ടേ. അതും കൂടി ചേർത്ത് നല്ല പോലെ അരച്ചെടുത്തു കേട്ടോ. ബാക്കി പകുതി മാവുണ്ടായിരുന്നല്ലോ, അതും കൂടി ആദ്യം അരച്ച് മാവിൽ കൂടെ ചേർത്ത് കൊടുത്തു. ഒരു ടീസ്പൂൺ കൊണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ചേർത്തു കേട്ടോ. എല്ലാം നല്ലപോലെ ഇളക്കി ചേർത്ത് അടച്ചു വെച്ചു. ഇന്നലെ വൈകിട്ടാണ് കേട്ടോ ഞാനത് ഇങ്ങനെ അരച്ച് ഇങ്ങനെ ഇളക്കി അടച്ചു വെച്ചത്. ഇന്നലെ വൈകിട്ടായിരുന്നു. രാവിലെ ആയപ്പോൾ നല്ലപോലെ പുളിച്ച് പൊന്തിയിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ മാവ് പുളിച്ച് പൊന്തി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല മാവായിട്ട് കിട്ടി.
അതൊരു കുഴിലെടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട്, ഒരുപാട് ഇങ്ങനെ ഇളക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി. അങ്ങനെ പൊന്തി വന്നതല്ലേ, അധികം ഇങ്ങനെ ഇളക്കേണ്ട ആവശ്യമില്ല. അതിന് ശേഷം ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു ബ്രഷ് എടുത്ത് ഇത്തിരി നെയ്യ് 4 പുറം നല്ല പോലെ തടവി കൊടുത്തു കേട്ടോ. ഒരു കേക്ക് ടിന്നിലാണ് ഞാൻ ഇങ്ങനെ നെയ്യ് കൊണ്ട് ഇങ്ങനെ 4 പുറം ഇങ്ങനെ ബ്രഷ് കൊണ്ട് തടവി കൊടുക്കുന്നത്. അതിനുശേഷം വേറൊരു സ്റ്റീലിൻ്റെ പാത്രം കൂടി എടുത്ത് അതിലേക്കും അല്പം നെയ്യ് 4 പുറം അങ്ങനെ തടവി കൊടുത്തു. അതിന് ശേഷം അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവുണ്ടല്ലോ, ആ മാവ് ഒരു പകുതി ഭാഗം, ആ പാത്രത്തിൻ്റെ പകുതി ഭാഗം ഒഴിച്ചു കൊടുത്തു കേട്ടോ. അതുപോലെ അടുത്ത പാത്രത്തിലും ഇതുപോലെ ഒഴിച്ചു കൊടുത്തു. ഒരു പ്ലേറ്റിലും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 3 പാത്രത്തിലാക്കി ഞാൻ ഒഴിച്ചു കൊടുത്ത് അത് ആവിയിൽ വേവിച്ചു. അങ്ങനെ എല്ലാം നല്ല അപ്പമായിട്ട് കിട്ടിയിട്ടോ, നല്ല ടേസ്റ്റി, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമായിട്ട് കിട്ടി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.